ഹായ്, ഇന്നിപ്പോൾ ഞാനൊരു സ്റ്റിക്ക് വെച്ചിട്ടുള്ളൊരു വർക്കുണ്ട്. നമ്മൾ വയറ് കുറയ്ക്കാനായിട്ട് മെയിനായിട്ടൊക്കെ മേൽ വയറ് കുറയണം എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് അത് മാത്രമല്ല, ഈ ബാക്ക് ഫാറ്റ് നമുക്ക് ഇങ്ങനെ ബഡ്ജ് ചെയ്ത് നിൽക്കാറില്ല നിങ്ങൾക്ക് പലർക്കും. അപ്പോൾ അതിനൊക്കെ ഒറ്റ ഇതൊരെണ്ണം ചെയ്താൽ മതി. നിങ്ങൾക്ക് മേൽവയറാണെങ്കിലും ഈ ബാക്ക് ഫാറ്റ് ആണെങ്കിലും ഒക്കെ നന്നായിട്ട് കുറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ ഈ സ്റ്റിക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന കാര്യം, നമ്മുടെ സ്റ്റിക്ക് എടുക്കാനൊന്നും മടി കാണിക്കരുത്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റിക്ക് വെച്ച് ചെയ്യുമ്പോൾ അത്ര എഫക്റ്റ് ഉള്ളത് കൊണ്ടാണ് ഈ സ്റ്റിക്ക് യൂസ് ആക്കുക. നമ്മൾ സൂമ്പ ചെയ്യുമ്പോൾ നമ്മളിത് എടുക്കുന്ന ഒരു ഐറ്റമാണ്. ഇപ്പോൾ ഇതിപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കൈയുടെ നീളത്തിനുള്ള, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൈയുടെ നീളത്തിനുള്ളവരുടെ സ്റ്റിക്ക് എടുക്കുക. എന്നിട്ട് നിൽക്കുന്ന പൊസിഷൻ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അതേ രീതിയിൽ ചെയ്യുമ്പോൾ അത്രത്തോളം എഫക്റ്റ് നിങ്ങളെ ബോഡിക്ക് കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ അത്രയും എങ്ങനെ നിൽക്കണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ നിന്ന് ചെയ്യുമ്പോൾ നിങ്ങൾ അല്ലാണ്ട് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതേപോലെ സൈഡ് നിൽക്കുക. എന്നിട്ട് നമ്മൾ ബാക്കിൽ വരുന്ന കാലം ഇതേപോലെ ഉയർത്തി വെക്കുക കേട്ടോ. അത് തറയിൽ ടച്ച് ചെയ്യാണ്ട് ഇതേപോലെ ഉയർത്തി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ബാക്കിലോട്ട് കൊടുക്കുക. അതേ കണ്ടോ, നമ്മൾ മുന്നോട്ട് ഈ സ്റ്റിക്ക് എടുക്കുമ്പോൾ നമ്മൾ ആ വയറിൻ്റെ, അതായത് മേൽ വയറിൻ്റെ ഭാഗം കൊണ്ടല്ലോ നമ്മൾ ടൈറ്റ് ചെയ്ത് പിടിക്കുകയോ ചെയ്യുന്നത്. നമ്മൾ അകത്തേക്ക് ചുരുക്കി പിടിക്കുക. ശരിക്കും നമ്മൾ വയറ് കുറയാനൊക്കെ ചെയ്യുന്നൊരു പ്രോസസ്സ്, ശരിക്കും നടക്കുന്നൊരു പ്രോസസ്സാണ്. നമ്മുടെ മർദ്ദം, നമ്മുടെ ശരീരഭാഗത്തിന് ഏത് ഭാഗമാണോ കുറയേണ്ട ആ ഭാഗത്തിന് നമ്മൾ കൊടുക്കുന്ന മർദ്ദത്തിലൂടെയാണ്, നമ്മൾ നിരന്തരമായി ചെയ്യുന്ന മർദ്ദത്തിലൂടെ നമ്മൾ അവിടുത്തെ ഭാഗം ടൈറ്റായി, അതായത് അവിടുത്തെ മസിൽസ് ടൈറ്റായാണ് നമുക്ക് ഈ വണ്ണം കുറയുന്ന. ഇപ്പോൾ ബോഡിയൊക്കെ ഷേപ്പാക്കി എടുക്കണം, വണ്ണം കുറയണം. നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ടാലേ ഒക്കുള്ളൂ. ഈസി ആയിട്ട് ചെയ്ത് പോയി കണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാര്യമൊന്നുമില്ല, നമ്മൾ നോക്കിക്കൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പോൾ ബോഡി ഷേപ്പായില്ലെങ്കിൽ കൂടി നമുക്കൊന്ന് ഹെൽത്തി ആയിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ വർക്കൗട്ടുകൾ ചെയ്ത് തന്നെ മുന്നോട്ട് പോകുക കേട്ടോ. ഇതിന് പ്രായമൊന്നും ഒരു പ്രശ്നമല്ല, എല്ലാ പ്രായക്കാർക്കും ചെയ്യാൻ പറ്റുന്ന തന്നെയാണ്. നമ്മൾ ചെയ്യുക തന്നെ വേണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 2 സൈഡും കാണിക്കുന്നുണ്ട്. അതേപോലെ 2 സൈഡും കാണിക്കുമ്പോൾ ഇത് എനിക്ക് കാല് വയ്ക്കുക. അപ്പോൾ ഞാൻ ഈ പറയുന്ന പോലെ തന്നെ ചെയ്യാൻ നോക്കൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നത്, അതായത് സ്റ്റിക്ക് ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യുമ്പോൾ, അതായത് നമുക്കൊരു സപ്പോർട്ടാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മളെപ്പോഴും എന്ത് കാര്യം നിങ്ങൾക്ക് തന്നെ അറിയില്ല, നമ്മളൊരു സപ്പോർട്ട് കൂടി ചെയ്യുന്ന എന്ത് കാര്യം നമ്മളൊന്ന് പിടിച്ച് കയറുമ്പോൾ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് കയറാൻ പറ്റും. പിടിക്കാണ്ട് കയറുമ്പോൾ ഈസി ആയിട്ട് കയറാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയും പോലെ തന്നെയാണ് ഇതൊരു സ്റ്റിക്ക് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അത്രത്തോളം നിങ്ങളെ ബോഡി എഫക്റ്റ് ചെയ്യും. അത് നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. ഞാനിപ്പോൾ ഫസ്റ്റ് സ്ലോയിലാണ് കാണിച്ചത്. ഇതിപ്പോൾ ഞാൻ കുറച്ചുകൂടെ സ്പീഡിൽ കാണിക്കും. നമ്മൾ സൂമ്പൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് ഈ സ്റ്റിക്ക് വർക്കൗട്ടുകൾ ചെയ്യാറുണ്ട്. ഇത് എനിക്ക് നല്ല ആ പാട്ടിനനുസരിച്ച് സ്പീഡിന്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ ഒന്ന് സ്ലോയിൽ ചെയ്ത് പഠിക്കുക, എന്നിട്ട് മ്യൂസിക് ഇട്ട് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള വർക്കൗട്ടുകൾ കുറേ പഠിച്ച് വയ്ക്കുക. ഇപ്പോൾ ബാക്ക് ഫാറ്റ്, സൈഡ് ഫാറ്റ്, വയറിനുള്ളത്, കാലിനുള്ള, അങ്ങനെയൊക്കെ ഫുൾ ബോഡിക്ക് കൊടുക്കുന്ന പഠിച്ച് വെച്ചിട്ട് ഒരു മ്യൂസിക് ഇടുക. എന്നിട്ട് നിങ്ങളത് ചെയ്തു പോകുക. ഒരു മണിക്കൂർ ചെയ്യുക, 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ ചെയ്യുക. ദിവസം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വീക്കിലി 3 ഡേയ്സ് എങ്കിലും ചെയ്യുക. ഒത്തിരി കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും, അത് ഉറപ്പാണ് കേട്ടോ. അപ്പോൾ അത്രത്തോളം ടൈറ്റ് ചെയ്ത് നമ്മൾ പിടിക്കുക. നല്ല രീതിയിൽ നമുക്കിപ്പോൾ മേൽവയറാണ് കുറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിൽ ഞാൻ ഈ പറയുന്ന പോലെ ചെയ്യുക. പിന്നെ ഞാൻ ഈ സെയിം വർക്കൗട്ട് ഞാൻ ബെഡിൽ കിടന്നിട്ട് ഇതേപോലെ സ്റ്റിക്ക് ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട്. അത് നല്ല രീതിയിൽ എല്ലാവർക്കും എഫക്റ്റ് ചെയ്തു. പിന്നെ ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ടൊക്കെ എനിക്ക് മെസ്സേജ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ. ഇതിപ്പോൾ ഞാനിപ്പോൾ ഓരോ കാലായിട്ടാണ് എടുത്തേക്കുന്നത്. ഇതേപോലെ കണ്ടോ, ഇതിപ്പോൾ സൈഡിലേക്കാണ് കാലെടുത്തേക്കുന്നത് കേട്ടോ, നേരെയല്ല എടുത്തേക്കുന്നത്. ഇപ്പോൾ 1 സൈഡ് നിങ്ങൾ എടുത്തിട്ട്, ഇപ്പോൾ നിങ്ങളൊരു 10 വട്ടം എടുത്തു, ഒരു 10 വട്ടം എടുത്തിട്ട് മറു സൈഡ് 10 വട്ടം എടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാല് പൊക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തോളൂ. നിങ്ങൾക്ക് കാല് നീട്ടാൻ പറ്റുന്നില്ല, പൊക്കാൻ പറ്റുന്നില്ലാത്തത് കൊണ്ട് ഒന്നും ഒഴിവാക്കരുത് കേട്ടോ. നമുക്ക് എങ്ങനെ പറ്റുന്നോ അങ്ങനെ ചെയ്തോളൂ. നിങ്ങളുടെ ബോഡിക്ക് ഉണ്ടാകുന്ന മാറ്റം അനുസരിച്ച് ശരിക്കും നമുക്ക് ഈ കാലൊക്കെ കുറച്ച് പൊക്കാൻ പറ്റുന്നതൊക്കെ നന്നായിട്ട് പൊക്കാൻ പറ്റും. അപ്പോൾ ഈ കാല് പൊക്കുമ്പോഴൊക്കെ ഇത് കണക്കാണ്. ഞാനിപ്പോൾ ഇത് കണ്ടോ, ഇത് കണക്കാണ് നമ്മുടെ ആ കണ്ടോ, ആ വയറിൻ്റെ ഭാഗം കണ്ടോ, ഇതേ കണക്കാണ് നമ്മുടെ വർക്ക് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും പൊക്കുമ്പോൾ അങ്ങനെ തന്നെ പൊക്കുക. നമ്മൾ ചെയ്ത് നമ്മളെ ബോഡി ഫ്ലെക്സിബിലിറ്റി ഒക്കെ വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് നന്നായിട്ട് കാലിങ്ങനെ ഉയർത്താൻ പറ്റും കേട്ടോ. ഫസ്റ്റ് നമ്മൾ കുറച്ച് ലോ ആയിട്ടായിരിക്കും, പിന്നെ ആകുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ കുറേ ക്ഷമയോടെ നമ്മൾ ചെയ്യുക. നമുക്ക് ഈ ചെയ്യുന്ന എന്ത് കാര്യത്തിനും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ശരിയായ കാര്യങ്ങൾ ശരിയായ പോലെ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടും, അത് ഉറപ്പാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് 2 വശം നിങ്ങൾക്ക് ചെയ്യാം. അതല്ല ഓരോ വശം, അതായത് ഒരു കാലം എടുത്തിട്ട് മറ്റേ കാലം എങ്ങനെ വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അതിപ്പോൾ സൈഡാണ് കൊടുത്തത്. ഇനിയിപ്പോൾ നേരെ ഇതുപോലെ നിങ്ങൾക്ക് മാറി വേണമെങ്കിൽ നേരെ കൊടുക്കണ്ടോ. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വയറിനൊക്കെ നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സൈഡ് വേണമെങ്കിലും കൊടുക്കാം, അതല്ല നിങ്ങൾക്ക് നേരെ വേണമെങ്കിലും കൊടുക്കാം. അതെ, നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെയാണെന്ന് ചെയ്യാം കേട്ടോ. അപ്പോൾ 1 സൈഡ് മാത്രം സൈഡിലേക്ക് കൂടി ചെയ്യാം. അപ്പോൾ നമുക്ക് സൈഡ് ഫാറ്റ് ആയിരുന്നാലും ബാക്ക് ഫാറ്റ് ആയിരുന്നാലും വയറിന് അത്രയും ഗുണം ഉണ്ടാവും. അപ്പം കൂടെ ഡയറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഹെവി ഡയറ്റൊന്നും എടുക്കണമെന്ന് പറയില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ അളവിൽ കുറച്ച് കഴിച്ചുകൊണ്ട് നിങ്ങൾ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാം.
മാക്സിമം ബേക്കറി സാധനങ്ങൾ ഒഴിവാക്കി കൊണ്ടുപോകുക. ഡയറ്റ് എടുക്കാൻ ഇത്തിരി മടിയുള്ള ആൾക്കാരാണ്. അപ്പോൾ ഈ എന്താണ് കൊഴുപ്പ് കുറഞ്ഞ ഭക്ഷണം നമുക്ക് സ്വയമായിട്ട് അറിയാമെന്നുള്ളൂ. അപ്പോൾ അതിനെയൊക്കെ കുറച്ചിട്ട് നമ്മൾ മാക്സിമം പ്രോട്ടീനുള്ള ഭക്ഷണങ്ങൾ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ കഴിച്ചാൽ മതി. അതിൽ കൊഴുപ്പ് കുറഞ്ഞതൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അതുപോലെ അടുത്തൊരു ഈസി ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.